ഇന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം തോന്നിയാണ് ഈ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ആ പോകുന്ന വഴിയാണിത്. റോഡ്, പാടം, അപ്പുറത്ത് കായലും. ഇപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ബോട്ട്. ഇരുമ്പാണ് കേട്ടോ, പണി നടക്കുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇവിടെയാണ് ക്യാപ്റ്റൻ്റെ സീറ്റ്. അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെയാണ് ഇത് കവർ ചെയ്തിട്ടിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളതാണ്. മഴയുണ്ട് ഗൈസ്, ഇവിടെ മഴയുണ്ട്. ഇതിൻ്റെ താഴത്തായിട്ടാണ്, ഈ സ്പേസിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഇത്രയും പോർഷൻ ഡൈനിങ് ഏരിയയാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് റൂമിലോട്ട് പോവാം. റൂം കാണിച്ചാൽ ഇത്. പിന്നെ ഗായ്സ് ഇത് സൈഡ് ഗ്ലാസ്സൊക്കെ വന്ന് കവേർഡ് ചെയ്യും. എ സി ആയതുകൊണ്ട് കവേർഡ് ചെയ്യും. ഇവിടെയൊക്കെ തടി ഇടാനുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് റൂം. പൂട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ബാത്റൂമിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ. ബായ്, ഒരു ഹായ് പറഞ്ഞേ. ബായ്, ഹായ്. നമ്മുടെ ഇവിടെയാണ് വാഷിംഗ് സ്പേസ്. വാഷിംഗ് ഏരിയ ഇവിടെയാണ് വരുന്നത്. മേളിലോട്ട് കയറാനുള്ള സ്റ്റെയറാണ്. അതൊരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വളഞ്ഞ് ഇതാകുന്നത്. മേളിലോട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സെക്കൻഡ് കാണിക്കണ്ട, സെയിം അതേ പാറ്റേൺ, ഫസ്റ്റ് റൂമിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. ക്ലീൻ ആക്കാനുണ്ട് ഇവിടെ. ചെറുതായിട്ട് മഴയുണ്ട് കാര്യം. അതാണ് ലേക്ക് പാലം. ഇവിടെ അതേപോലെ തന്നെ ബാത്റൂം ഇവിടെ ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പരിപാടിയുണ്ട്, ടൈലും കാര്യങ്ങളൊക്കെ. അതിന് മുമ്പായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പാസേജിൽ കൂടെ നടന്നു പോകുന്നിടത്താണ് മൂന്നാമത്തെ ബാത്റൂം അല്ല, മൂന്നാമത്തെ റൂം. തടിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക്. ഇന്ന് പണിക്കാരൊന്നുമില്ല, അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ബാത്റൂം ഇത് എല്ലാം ചെയ്ത് വരുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും. കഴിച്ചാണ് മേളിൽ ലൈറ്റൊക്കെ ഓടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. അങ്ങനെ എല്ലാം ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ താഴത്താണ് ഗൈസ് എഞ്ചിനൊക്കെ ഇരിക്കുന്നത്. ഇത് ബാക്കിലത്. പിന്നെ സ്റ്റാഫിൻ്റെ ബാത്റൂം ഉണ്ട്. സ്റ്റാഫിൻ്റെ ബാത്റൂം പുറത്തുകൂടെയാണ് കേട്ടോ. നല്ല ഒരു ചെറിയ സ്റ്റാഫ് ബാത്റൂം. ഇത് മേളിലോട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൂടെയാണ് നമ്മൾ മേളിലോട്ട് കയറുന്നത്. ഇവിടെ തടിയൊക്കെ ഇടുക, അതാണ് ഇപ്പോൾ ഫ്രെയിം മാത്രം അടിച്ചിട്ടിരിക്കുന്നത്. സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ പണി കിട്ടും. അല്ല, ഈ ഡിസൈനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിന് ലൈറ്റൊക്കെ വരും, പെയിൻ്റൊക്കെ വരുമ്പോൾ വേറെ ലെവലാവും. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും. അതേപോലെ തന്നെ നമുക്ക് കയറി എന്ന് വ്യൂ കാണണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതേപോലെ ഫ്രണ്ടിലെ ഈ സ്പേസ് പോലെ നമുക്ക് ബാക്കിലും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് കയറി നിന്ന് വ്യൂ കാണാവുന്ന സെറ്റപ്പാണ്. നമുക്ക് രണ്ട് ചെറിയ ബോട്ട് കൂടെ ഉണ്ട്. അതായത് ഞാൻ അവിടെ പോകുമ്പോൾ കാണിച്ചില്ല. ഇവിടെ ഇത് പണി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അതിവിടെ ഇല്ല. അപ്പോൾ അതാണ് ഗൈസ്. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്കിത് ഇവിടെ തൊട്ട് അവിടം വരെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ചെറിയൊരു ചാര് ബെഞ്ച് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അപ്പുറത്തെ സൈഡിലും ഉണ്ട്. പിന്നെ ഇവിടെ ഒക്കെ സോഫയും കാര്യങ്ങളൊക്കെ വരും, സെറ്റിങ് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഒരു ട്രഡീഷണൽ ടൈപ്പാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെയൊക്കെ മറ്റേ പനമ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെള്ളത്തിൻ്റെ അവിടെ സൈഡിലത്തെ പനമ്പ് അതേപോലെ തന്നെ ആയിരിക്കും. പനമ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് ഇത്രയും സ്പേസ് ഓപ്പണാണ് ഗൈസ്. ഇത്രയും സ്പേസ് ഓപ്പണാണ്. ആ പൈപ്പ് മുതൽ ഈ പൈപ്പ് വരെ. മേളിലും സെയിം അത് തന്നെയാണ്. ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓപ്പണാണ്. നമ്മുടെ 2 ബെഡ്റൂം ബോട്ടിൻ്റെ
സെയിം മെത്തേഡ് തന്നെ, സെയിം ഷേപ്പൊക്കെ തന്നെയാണ് ഇതിന്. ഇവിടെയാണ് എഞ്ചിൻ ഇരിക്കുന്നത്. എഞ്ചിനൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എറണാകുളത്ത് വെച്ചായിരുന്നു പണിയൊക്കെ. എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ മോട്ടർ വെച്ചിട്ട് വെള്ളം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം സ്പേസ് ഓപ്പൺ ആയതുകൊണ്ട് മേളിൽ നിന്ന് വെള്ളം വീഴുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ കളയാണ്ടിരിക്കുകയാണ്. ഇത് വർക്ക് കഴിഞ്ഞ് വരാൻ നമുക്ക് അടിപൊളിയുണ്ട്. എഞ്ചിൻ്റെ സ്പേസാണ് ഈ വരുന്നത്. പിന്നെ ഗായ്സ് അതേപോലെ തന്നെ ഇവിടെയൊക്കെ പനമ്പാണ്. ഇതൊക്കെ പനമ്പെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, മറ്റേ ഓല വെച്ച് ചെയ്യുന്ന, ഓലയല്ല, ഓല പോലത്തെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എനിക്കും എന്തോ മെറ്റീരിയൽ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. പനമ്പെന്നറിയാം. അത് മിക്ക വെള്ളത്തിനും അതൊക്കെയാണ് ചെയ്യുന്നുണ്ടാവും. പുറത്ത് വേറെ വെള്ളമൊക്കെ പണിയുന്നുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം റൂമിനൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കാര്യങ്ങൾ കാണാമല്ലോ. ബാത്റൂമിനും ഉണ്ട് അത്യാവശ്യം സ്പേസ്. ഇന്ന് പണിക്കാരില്ല, അത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇങ്ങനെ വിചാരിച്ചത്. വെള്ളം കുലുങ്ങുന്ന ഗൈസ്, നല്ല കുലുക്ക്. അയ്യോ അയ്യോ, ഞാൻ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചത്. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. മൊത്തം കവറാക്കിയിട്ടിരിക്കും. മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, മൊത്തം കവറാക്കിയിട്ടിരിക്കും. ഒക്കെ പണി ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. വയറിങ് ഒക്കെ ഇപ്പോൾ അടിച്ചിട്ടിട്ടുണ്ട്, അതുപോലെ പുട്ടി അടിച്ചിട്ടിട്ടുണ്ട്. വയറിങ് ഒക്കെ ചെറിയ പുട്ടി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇടം വരെ പുട്ടി വരുന്നുള്ളൂ നമുക്ക്. പിന്നെ താഴത്തോട്ട് നമുക്ക് മറ്റേ ഒരു മെറ്റീരിയൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ OST ആ ഒരു സാധനം ഒട്ടിക്കുക ചെയ്യുന്നത് ഉണ്ട് എല്ലാ റൂമിലും എല്ലായിടത്തും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇത്രയും പോർഷന് ഒരു അരഞ്ഞാണം പോലത്തെ സാധനം വന്നുണ്ട്. അതൊക്കെ ചെയ്ത് ഇപ്പോൾ കട്ടളയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ഇത്രയൊക്കെയാണ്. പിന്നെ ബാത്റൂമിന് ഇത് വെള്ളം അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അതിലൊക്കെ ഇടണം. നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ഇതൊക്കെ ലൈനൊക്കെ കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഹൗസ് ബോട്ടിനെ പറ്റി വീഡിയോ ഒക്കെ കാണണമെങ്കിൽ, അതിനെപ്പറ്റി അറിയുകയൊക്കെ ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടല്ലോ.